ക്രൈസ്തവ സഭകൾ തമ്മിലുള്ള ഐക്യം കൂടുതൽ വർദ്ധിപ്പിക്കണമെന്ന് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി. സഭകൾ തമ്മിൽ പരസ്പരം ഐക്യപ്പെട്ട് ഒന്നിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് സമൂഹത്തിൽ കൂടുതൽ കരുത്ത് കൈവരുക. സഭകൾ തമ്മിൽ പരസ്പരം അംഗീകരിച്ചും പിതാക്കന്മാരെ ബഹുമാനിച്ചും മുന്നോട്ട് പോകണമെന്നും കർദിനാൾ വ്യക്തമാക്കി. വിശ്വാസത്തിൻ്റെ പേരിൽ ഓരോരുത്തരും അകന്നകന്ന് പോകാതെ കൂടുതൽ അടുത്തടുത്ത് വരണമെന്നാണ് കർദിനാൾ ജോർജ് ആലഞ്ചേരി വ്യക്തമാക്കിയിരിക്കുന്നത്. ആ റിപ്പോർട്ടിലേക്ക് പോകാം. കേരള കാത്തലിക് ബിഷപ്പ് കോൺഫറൻസും കേരള കൗൺസിൽ ഓഫ് ചർച്ചസും സംയുക്തമായി നടത്തിയ ക്രൈസ്തവ ഐക്യ പ്രാർത്ഥനാ വാരത്തിന്റെ തൃശൂർ ജില്ലയിലെ സമാപന സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി. നാം നമ്മളിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടുന്നതിനാൽ മറ്റുള്ളവരുടെ വേദനകൾ കാണാൻ പറ്റുന്നില്ലെന്ന് കർദിനാൾ പറഞ്ഞു. നാം നമ്മിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടിയിട്ട് മറ്റുള്ളവരെ സഹോദരന്മാരായിട്ട് കാണാൻ സാധിക്കുന്നില്ല. സൃഷ്ടികളെന്നുള്ള നിലയിൽ മനുഷ്യരെല്ലാവരും സമന്മാരാണല്ലോ. അങ്ങനെയെന്ന് വരികിൽ ആ മനുഷ്യ സാഹോദര്യം നമുക്ക് അത്യാവശ്യം. ആ മനുഷ്യ സാഹോദര്യം നമ്മൾ പാലിച്ചേ തീരൂ. ഇത് തന്നെയാണ് സഭയുടെ തലങ്ങളിലും. ഇപ്പോൾ നമുക്ക് ഓരോ സഭകളിലും അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. അതിൽ കൂടുതലായിട്ട് എക്യുമെനിസത്തിൻ്റെ തലത്തിൽ നമുക്ക് സഭകൾ ഒന്നിച്ച് പ്രവർത്തിക്കുവാനുള്ള സാഹചര്യവും വളരെയേറെ ക്ലേശങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമ്മളെ വിടുവിച്ചിട്ട് നാം വിശാല ഹൃദയരായിട്ട് നാം എല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്. അങ്ങനെ ദൈവത്തിൻ്റെ മക്കളായിരിക്കുന്ന നമ്മൾ നമ്മുടെ വിശ്വാസ കാര്യങ്ങളിലുള്ള വ്യത്യാസങ്ങളുടെ പേരിൽ അകന്നകന്ന് പോകുന്നതിന് പകരം അടുത്തടുത്ത് വരുവാനുള്ള ഒരു പരിശ്രമമാണ് നമുക്കുണ്ടാകുന്നത്. ഞാൻ പറയുന്നു, ആ പരിശ്രമത്തിലും ഔദ്യോഗിക സഭകൾ വളരെയേറെ അടുക്കാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഭിന്നതകൾ വീണ്ടും കലവൂക്കുന്നു. ഇവിടെയാണ് നമ്മൾ വളരെ സൂക്ഷ്മത്തോടുകൂടി പെരുമാറേണ്ടത്. നമ്മുടെ വലിയ ലക്ഷ്യങ്ങൾ മാറിപ്പോകുന്നു ഈ ചെറിയ ചെറിയ കാര്യങ്ങളിൽ എന്നുള്ളത് ഒരിക്കലും നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. അപ്പോഴങ്ങനെയുള്ള ഒരു എക്യുമെനിസ മനോഭാവം നമ്മുടെ സമൂഹത്തിലേക്ക് വ്യാപിപ്പിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതിനാൽ മനുഷ്യ സാഹോദര്യം അത്യാവശ്യമാണെന്നും കർദിനാൾ വ്യക്തമാക്കി. വിശ്വാസത്തിന്റെ പേരിൽ അകന്നകന്ന് പോകാതെ എല്ലാവരും അടുത്തടുത്ത് വരണമെന്നും കർദിനാൾ ആവശ്യപ്പെട്ടു. തൃശ്ശൂരിൽ നടത്തിയ സമ്മേളനം CBCI പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴ്ത്ത് ഉദ്ഘാടനം ചെയ്തു. ക്രൈസ്തവ സഭകൾ പലയിടത്തും ശിഥിലമാകുകയാണെന്നും ഇന്ത്യയിലെ പ്രത്യേക സാഹചര്യത്തിൽ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാൻ സഭകളും വിശ്വാസികളും തയ്യാറാകണമെന്നും മാർ ആൻഡ്രൂസ് താഴ്ത്ത് ആവശ്യപ്പെട്ടു. ഇന്റർ ചർച്ച് കൗൺസിൽ സെക്രട്ടറിയും കൽദായ സഭാധ്യക്ഷനുമായ ആർച്ച് ബിഷപ്പ് മാർ ഔഗിൻ കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ചു. പൗരസ്ത്യ കൽദായ സുറിയാനി സഭയുടെ തൃശൂരിലെ മർത്തമറിയം വലിയ പള്ളി കത്തീഡ്രലിലാണ് സമാപന ചടങ്ങുകൾ നടന്നത്. യാക്കോബായ സഭ തൃശൂർ ഭദ്രാസനാധിപൻ കുര്യാക്കോസ് മാർ ക്ലിമീസ്, മലബാർ സ്വതന്ത്ര സുറിയാനി സഭയുടെ തലവൻ സിറിൽ മാർ ബെസേലിയോസ് മെത്രാപ്പോലിത്ത, മർത്തമറിയം വലിയ പള്ളി വികാരി KR ഈനാശു, KCC സെക്രട്ടറി പ്രകാശ് P തോമസ്, KCBC സെക്രട്ടറി ഫാദർ സിറിൽ എന്നിവരും പ്രസംഗിച്ചു. പൗരസ്ത്യ കൽദായ സുറിയാനി സഭയുടെ ബോർഡ് ഓഫ് സെൻട്രൽ സ്റ്റഡീസിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിപാടിക്ക് വികാരി ജനറൽ ഫാദർ ജോസ് ജേക്കബ് വേങ്ങശ്ശേരി, സെൻട്രൽ ബോർഡ് ഓഫ് ട്രസ്റ്റീസ് ചെയർമാൻ രാജൻ ജോസ് മണ്ണുത്തി, വൈസ് ചെയർമാൻ ലിയോൺസ് കാങ്കപ്പാടൻ, ജേക്കബ് ബേബി, ജോസ് താഴ്ത്ത് എന്നിവർ നേതൃത്വം നൽകി. കഴിഞ്ഞ മാസം 18-ന് ആരംഭിച്ച ആചരണം വിവിധ ജില്ലകളിലായിട്ടാണ് നടന്നുവരുന്നത്. ഷഹീന ന്യൂസ് ബ്യൂറോ, തൃശൂർ.